ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് മാനിഫെസ്റ്റോ അഥവാ പ്രകടന പത്രിക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയുടെ അടിസ്ഥാനമാക്കിയാണ് വോട്ട് തേടുന്നതും അധികാരത്തിൽ വരുന്നതും. രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലേക്കുമുള്ള നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ അധികാരത്തിലേറിയാൽ വാഗ്ദാനങ്ങളെ പാടെ മറക്കുന്ന പ്രവണതയാണ് ഇതുവരെ കണ്ടുവരുന്നത്. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിലും ഭരണഘടനാ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചവറ്റുകുട്ടയിലാണ് പ്രകടന പത്രികകളുടെ സ്ഥാനം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവ വീണ്ടും ആവർത്തിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പതിവ് രീതിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു പോരുന്നത്. ആരും അതിൽ നിന്ന് മുക്തരല്ല. ഇവിടെയാണ് പ്രകടന പത്രിക പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെന്ന ആവശ്യം ട്രയാങ്കിൾ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകടന പത്രിക ഒരു നിയമബാധ്യതാ രേഖയായി അംഗീകരിക്കപ്പെടണം. ആ രേഖയ്ക്ക് ഒരു പ്രോമിസറി നോട്ടിൻ്റെ ലീഗൽ വാലിഡിറ്റിയുള്ള അഫിഡവിറ്റോടുകൂടി മാത്രമേ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുവാൻ അനുവദിക്കുകയുള്ളൂ. ഈ സത്യവാങ്മൂലം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ. പ്രകടന പത്രിക ലംഘിച്ചാൽ ആ പാർട്ടികൾക്കും ഭരണകൂടങ്ങൾക്കുമെതിരെ സിവിലായും ക്രിമിനലായും വാഗ്ദാന ലംഘനത്തിന് കേസ് ഫയൽ ചെയ്യാനും വോട്ടർമാർക്ക് അവകാശ അധികാരമുണ്ടായിരിക്കും. രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക രേഖ സമർപ്പിക്കുമ്പോൾ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ വിലയിരുത്തലുകൾ നടത്തി കഴിഞ്ഞ തവണ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക സർവേയുടെയും ബഡ്ജറ്റ് നിർവഹണ രേഖയുടെയും CAGയുടെയും ആധികാരിക രേഖകൾ പരിശോധിച്ചായിരിക്കണം രൂപപ്പെടുത്തേണ്ടത്. ഇവ ലംഘിക്കപ്പെട്ടാൽ പാർട്ടികളുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുന്ന വിധത്തിൽ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് ചട്ടം പുനർക്രമീകരിക്കപ്പെടണം. ഈ ദിശയിൽ നാം ദൃഢമായ ഒരു ജനാധിപത്യ പൗരപ്രസ്ഥാനം കെട്ടിപ്പടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒപ്പിട്ട് ജനസമക്ഷം സമർപ്പിക്കുന്ന ഈ ആധികാരിക രേഖയ്ക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. ഈ സ്ഥിതി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ജനകീയ പ്രസ്ഥാനം പൗരത്വ ബോധമുള്ള സകല പേരുടെയും പിന്തുണയോടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ട്രയാങ്കിളിൻ്റെ ലക്ഷ്യം. ഈ വാദത്തിന് പ്രാഥമികമായ ഭരണഘടനാ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രകടന പത്രിക ഒരു നിയമബാധ്യത രേഖയാക്കണം എന്ന് നമ്മുടെ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് സ്വീകരിച്ചതും അതിനെ തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസുകൾ അയച്ചതും. പ്രകടന പത്രികയിലൂടെ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്നവർ ജനങ്ങളെ വഞ്ചിച്ചാൽ അത് വിശ്വാസ വഞ്ചനയാണ്. ഇനി അത്തരം വിശ്വാസ വഞ്ചനയ്ക്ക് ഇന്ത്യൻ ജനത തയ്യാറല്ലെന്ന മുന്നറിയിപ്പാണ് ട്രയാങ്കിൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇതിലേക്കായി നാം ഒന്നായി ട്രയാങ്കിളിനൊപ്പം അണിചേരാം.